മകരസംക്രാന്തി ദിനത്തിൽ ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ പന്തളത്തു നിന്നും വഹിക്കുന്ന പേടകവാഹക സംഘത്തിന്റെ ഗുരുസ്വാമിയായി ഇത്തവണ മുതൽ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മരുതുവന ശിവൻകുട്ടി സ്വാമിക്കാണ്. എന്തു തോന്നുന്നു ഈ പുതിയ നിയോഗത്തെ? അത് ഭഗവാന്റെ വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അത് ഉജ്ജന്മ സുഹൃതമാണ് ഇങ്ങനെ ഒരു സ്ഥാനം എനിക്ക് കിട്ടിയത്. ഞാൻ 40 വർഷത്തോളമായി ഈ സംഘത്തിൽ ചേർന്നിട്ട്. ആദ്യം സംഘത്തിൽ ചേരുമ്പം കൊച്ചുകൊണ്ടിൽ ഭാസ്കര സ്വാമിയായിരുന്നു, ഗോപാലസ്വാമി ഉണ്ടായിരുന്നു, ഗംഗാനസ്വാമി ഇപ്പോൾ ഗംഗാനസ്വാമി ഉണ്ടായിരുന്നു. അങ്ങനെ 40 വർഷത്തോളമായി ഞാൻ ചേർന്നിട്ട് ഈ ഭാസ്കര സ്വാമിയും ഗോപാലസ്വാമിയും അവർ മൺമറഞ്ഞു പോയി, വിഷ്ണുപദം പോയിട്ടുണ്ട്. പിന്നെ ഗംഗാനസ്വാമി ഇപ്പോൾ ഉണ്ട്. ഗംഗാനസ്വാമിക്ക് ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥതയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനൽപ്പം പെരുമാറിയിരിക്കുന്നത്. അദ്ദേഹം വീട്ടിലെ വിശ്രമത്തിലാണ് ഇപ്പം. എന്നാലും ആരോഗ്യവാനായിട്ട് ഇപ്പം അതിനിരിക്കുന്നു. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞത് യാത്രയിൽ വളരെ ദുഃഖകരമായ യാത്രയാണെങ്കിൽ തന്നെയും ഈ ദുഃഖത്തിനകത്തൊരു വലിയ സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് ആ സുഖമെന്ന് പറയുന്നത്. കല്ലും മുള്ളും ചവിട്ടി പോകുമ്പോൾ നമ്മൾ വളരെയേറെ പരമാനന്ദ സുഖമാണ് നമുക്കുണ്ടാകുന്നത്, നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകാം, പക്ഷെ മനസ്സിനാണ് ഏറ്റവും സുഖം ലഭിക്കുന്നത്. ഗുരുസ്വാമി ആകാനുള്ള ഒരു പ്രായമാണോ അതിൻ്റെ? അല്ല, ഗുരുസ്വാമിയൊക്കെ പ്രായത്തിൻ്റെ തന്നെയല്ല. ഈ ഇപ്പം സംഘത്തിനകത്തിൽ കുറേയേറെ വർഷങ്ങൾ പോയിട്ടുള്ള വ്യക്തി ആ സ്ഥാനത്തിൽ ആയിരിക്കുന്ന ആളും പിന്നെ പ്രായം നോക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ വർഷങ്ങൾ പോയിട്ടുള്ള ഒരു സ്വാമി മറ്റ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം അടുത്ത ഒരാൾ കയറിയേക്കുന്നു എന്നുള്ളതാണ്. ഇപ്രാവശ്യം പിന്നെ നമ്മുടെ ഗംഗാനസ്വാമി ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ശാരീരികമായിട്ട് വയ്യാത്തത് കൊണ്ട് ഒരാളിനെ ഒരു ഉത്സാഹസ്ഥാനത്തേക്ക് ഒരാൾ വേണമല്ലോ എന്നാണെന്ന് കൊട്ടാരത്തെ തീരുമാനിച്ചിട്ടാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. അത് ഭഗവാൻ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമ്മൾ ഈ സംഘത്തിൽ ചേരുക നമ്മുടെ മങ്ങാരം ഉള്ളവരും തോന്നലിലുള്ളവരും ആയിരുന്നു ഇത് നേരത്തെ അവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സംഘത്തിൽ അതിനുള്ള നമ്മൾ ബന്ധുക്കളൊക്കെ ആകുമ്പോൾ നമ്മളത് അടുത്ത് കൂടി കുറച്ചാൾ പോകുമ്പോൾ അത് ചേർന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം ഇതിൻ്റെ അധികാരികൾ മൊത്തം പന്തളം കൊട്ടാരത്തിൻ്റെ വകയാണ്. അല്ലാതെ കൊണ്ടുപോകുന്ന ആർക്കും അത് യാതൊരു അവകാശമൊന്നും തന്നെ ഇല്ല. കൊട്ടാരം വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകാൻ പറ്റില്ല, അവർ തീരുമാനിക്കുന്നവരാണിത്. അല്ലാതെ പോകുന്ന ഞങ്ങൾക്ക് യാതൊരുമായ ഇതില്ലാത്തൊരു ഇതില്ല. ഞങ്ങൾ ദാസന്മാരാണ്, ഭഗവാന്റെ ദാസന്മാരാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളിത് ഭഗവാന്റെ കൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഏത് പ്രായം മുതലാണ് ഈ ഘോഷയാത്ര ഒപ്പം പോകാൻ തുടങ്ങി? ഞാനൊരു 35 വർഷം, ഇപ്പോൾ 40 വർഷത്തോളമായി. 35 വർഷം, 75 വയസ്സായി ഇപ്പോൾ. എങ്ങനെയാ ഇതിന് ഈ മകരവിളക്കിന് ഈ തിരുവാഭരണം കൊണ്ടുപോകുന്നതല്ലാതെ ശബരിമലയിൽ പോകാറുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ മനസ്സ് എപ്പോഴും പറയുന്നത് വർഷത്തിലൊരിക്കൽ പോയി പോവുക എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ ഈ തിരുവാഭരണം കൊണ്ടുപോകുന്ന സമയത്ത് പോകാറുണ്ട്. അല്ലാതെ എൻ്റെ മനസ്സ് പറയുന്നില്ല ഇടയ്ക്ക് മാസം തൊഴിലിന് പോകണമെന്നും എൻ്റെ മനസ്സ് പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ. പക്ഷെ എനിക്കങ്ങനെ തോന്നൽ വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഒരു വർഷം പോകേണ്ടി വന്നിട്ടുണ്ട്. അതായത് എൻ്റെ കൊച്ചുമാനെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ജോലിയത്തുനിന്ന് വന്നപ്പം അവരുടെ കൂടെ ഒന്ന് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇടയ്ക്ക് പോകണമെന്ന് താല്പര്യം എനിക്കില്ല. ഈ വർഷത്തൊരിക്കൽ പോകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ തിരുവാഭരണ ഘോഷയാത്ര പോകുന്നത് പരമ്പരാഗത പാതയിലൂടെയാണ്, ദുർഘടമായ പാതയിൽ. എന്താണ് അതിൻ്റെ അനുഭവം? അതായത് നമ്മുടെ ജനുവരി 12-ാം തീയതി ഇവിടുന്ന് നമ്മൾ ഉച്ചയ്ക്ക് 1 മണി യാത്ര ചെയ്യും. നല്ല ചൂടായിരിക്കും. ആണെങ്കിൽ ഇപ്പോൾ ഈ സമയത്തൊക്കെ ടാറ് ഈ കല്ലൊക്കെ നല്ലപോലെ ഇങ്ങനെ കുഴച്ചിരിക്കുന്ന സമയമായിരിക്കും. അന്നേരം നമ്മുടെ കാല് നല്ലപോലെ കൊണ്ട് കയറുകയും ചെയ്യും. പക്ഷേ എത്ര കൊണ്ട് കയറിയാലും നമ്മുടെ കാല് തട്ടിയാലും വെച്ചാലും കല്ല് കയറിയാലും ആ ശരീരത്തിന് അസ്വസ്ഥത നമുക്ക് പെട്ടെന്നുണ്ടാകാം മനുഷ്യനായതുകൊണ്ട്. പക്ഷേ ആ ദുഃഖത്തിനകത്തിൽ, ആ വേദനയ്ക്കകത്തൊരു സുഖമുണ്ട്. നമ്മുടെ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ നമ്മളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അത് നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഭഗവാൻ നമ്മളെ നയിക്കുന്നതാണ്. ശാരീരിക അസ്വസ്ഥത ഉണ്ടാകും, അതൊന്നും പ്രശ്നമാക്കാനില്ല. അങ്ങനെ ആ ഭഗവാൻ നമ്മളെ കൊണ്ട് അങ്ങനെ അടുത്ത ദിവസം അയ്യൂര് തന്നെയാണ്. അയ്യൂര് വിശ്രമം ക്ഷേത്രത്തിൽ. പിറ്റേ ദിവസം ലാഗ കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അന്ന് വെളുപ്പ് 2 മണിക്ക് എന്നാൽ ലാഗേന്ന് യാത്ര വിളിക്കും. അതിനുശേഷം അവിടെ കൊല്ലംകോഴി ഇറങ്ങിയ ശേഷം പിന്നെ അവിടുന്ന് തന്നെ പിന്നെ ഒരു ചെറിയ സൈഡിൽ കൂടെ പിന്നെ ഈ ഏട്ടപ്പടി, നെടുങ്ങാറ്, പിന്നെ വലിയാനവട്ടം, ഇങ്ങനെ ആ ഭാഗം കടന്ന് അവിടെ ചെറിയ ചെറിയ പാലങ്ങൾ വെച്ചിട്ടുണ്ട്.
ആ പാലത്തെ കൂടെ കടന്ന് സൈഡിൽ കൂടെ നേരത്തെ പോകുമ്പോൾ കൂടെ ദുർഘടം കൂടുതലായിരുന്നു. ഇപ്പം അത്രയും ഇല്ല. സൈഡ് ആയി 6 ഒഴുകി വന്നിട്ട് മണൽ കുറച്ച് തിട്ട വന്നതുകൊണ്ട് തിട്ടക്കൂടെ കയറി പോകാം. നേരത്തെ പോകുന്ന കാലത്തൊക്കെ ആണെങ്കിൽ കല്ലായിരുന്നു. അത് തെന്നുന്ന കല്ല് ചവിട്ടി വേണം പോകാൻ. ഇപ്പം അവിടെ ദേവസ്വം ബോർഡ് മറ്റു ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തന്നെ പാലം ചെറുതായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. ആ ചെറിയ പാലം അപ്പുറത്ത് കടന്നിട്ട് നീലിമല കയറി അങ്ങനെയാണ് യാത്ര തുടങ്ങുന്നത്. അങ്ങനെ നീലിമല കയറി അങ്ങനെ ശരംകുത്തി ശബരിപ്പീഠത്തിൽ എത്തിക്കഴിയും. അവിടെ നിന്ന് ശരംകുത്തി സ്വീകരിക്കാനായിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വരും. ആ കൃത്യസമയം ഞങ്ങളെ അറിയിക്കും. ആ സമയത്ത് ഞങ്ങൾ ശരംകുത്തിയിലെത്തും. ഒരു സ്വീകരണം കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും തീവട്ടിയും വടക്കും ചാർന്നമ്പടിയോടുകൂടി ഇങ്ങനെ ശരീരത്തേക്ക് എത്തും. അങ്ങനെ അത് 3 പെട്ടിയാണ് യാത്രയുള്ളത്. അത് 1ാമത്തെ പെട്ടി ഭഗവാൻ ചാർത്താനുള്ള തിരുഭാവങ്ങളാണ്. അത് പടി കയറി സന്നിധാനത്തേക്ക് പോയി. 2 പെട്ടി അത് മാളിയപ്പുറത്തേക്കാണ്. അത് ആദ്യത്തെ പെട്ടിക്കകത്ത് ഭഗവാൻ തിരുമുഖവും പ്രഭയും വാള് ചിരിക പുഷ്കല പോകുന്ന 2 രൂപങ്ങൾ, പിന്നെ കടുവ, ആന, ഇതെല്ലാം വജ്രമോതിരം, ഇതെല്ലാം ഭഗവാൻ ചാർത്താനുള്ളത് 1ാമത്തെ പെട്ടിക്കകത്ത്. അതാണ് തിരുവാഭരണ തീർന്നത്. 2ാമത്തെ പെട്ടിയിലെ സ്വർണ്ണ കുടമാണ്. അത് ആ കുടം നമ്മൾ 18-ാം തീയതി കളവൻ ചാർത്തിന് വേണ്ടിയാണ് തുറന്നത്. 3ാമത്തെ പെട്ടിക്കുള്ളതെന്ന് പറയുന്നത് തലപ്പാറമല, ഉൾമാറമല, 2 കൊടികൾ അതാസ്പദമാക്കി. പിന്നെ ഭഗവാന്റെ തിടമ്പ് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ തിടമ്പ്. ആ തിടമ്പ് അയ്യപ്പനാണ് യേശുവോട് കൂടിയ തിടമ്പാണ്. അത് പിന്നെ നെറ്റിപ്പട്ടമുണ്ട്. ആന എഴുന്നേൽക്കും. നേരത്തെ ആനപ്പുറത്തായിരുന്നു ആനപ്പുറത്ത് എഴുന്നേറ്റുകൊണ്ടിരുന്നത്. ഇപ്പം ആനയില്ല. പക്ഷെ ആന വേണ്ടതാണ്. ആനപ്പുറത്താ ഭഗവാൻ എഴുന്നള്ളിക്കേണ്ടത്. പഴയ കാലത്തെ അങ്ങനെ ആയിരുന്നു. ഇപ്പം അടുത്ത കാലത്ത് അതൊന്നും നിർത്തിവെച്ചേക്കാണ്. അത് തീർച്ചയായിട്ടും വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആനപ്പുറത്തിൻ്റെ ഭഗവാൻ എഴുന്നള്ളിക്കുന്നത് കാണുന്നത് ഒരു വലിയ സന്തോഷമാണ്. അതാണ്. അപ്പോൾ അതിപ്പം നിർത്തിവെച്ചേക്കുന്നു. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നു. അപ്പം ഈ വക കാര്യങ്ങളാണ് ഈ ഏർപ്പെട്ടിരുന്നത്. അത് ഈ 5 ദിവസത്തെ എഴുന്നള്ളത്തിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഭഗവാന്റെ തിടമ്പ്, അയ്യപ്പൻ്റെ തിടമ്പ്, വിഷയോടുകൂടി തിടമ്പാണ്. അത് മണിമണ്ഡപത്തിലാണ് അത് വെച്ച് പൂജിക്കുന്നത്. 5 ദിവസം അവിടെ കളവെഴുത്തും പാട്ടുമുണ്ട്. 1ാമത്തെ ദിവസം ബാലരൂപത്തിൽ, 2ാമത്തെ ദിവസം വില്ലാളി വീരനായിട്ട്, 3ാമത്തെ ദിവസം രാജകുമാരൻ്റെ രീതിയിൽ, 4ാം ദിവസം ഗുരുവാഹനായിട്ട്, 5ാം ദിവസം തിരുവാഭരണഭൂഷനായിട്ടുള്ള ആൾ. അങ്ങനെ കളം വരച്ച് അവിടെ പാട്ട് നടത്തുന്നത്. ആ 5 ദിവസവും അവിടുന്ന് എഴുന്നള്ളത്തുണ്ട്. എഴുന്നള്ളത്തിന് 4 ദിവസവും നമ്മുടെ പരട്ടാപ്പള്ളി പോയി എഴുന്നള്ളത്ത് നടത്തും. അതിനുശേഷം അവിടെ നായാട്ടുകളി എന്ന ചടങ്ങ്, പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്. അയ്യപ്പൻ്റെ കഥകളെ വിളിച്ചു വരുന്നതാണ് നായാട്ടുകളി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് വലം വെച്ച് 4 ദിവസം, 5ാമത്തെ ദിവസം ശരംകുത്തിയിലേക്ക് പോയി. ശരംകുത്തിയിൽ ചെന്ന് അവിടെ ചെന്നതിന് ശേഷം മകരവിളക്ക് അടിയന്തരമെന്നാണ് ഈ 5 ദിവസത്തെ ഉത്സവമായിരുന്നു പണ്ടുണ്ടായിരുന്നതെന്നാണ് ഒരു പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് വലിയ ആഡംബര ഉത്സവമുണ്ട്. അത് പന്തളത്ത് രാജാവാണ് അത് നടത്തുന്നത്. അന്ന് ആദ്യത്തെ ദിവസം വലിയ അടപ്രഥമനോടുകൂടിയ സദ്യ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സദ്യ, ആ ചടങ്ങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് അപ്പോൾ പന്തളത്ത് രാജാവാണ് അതെല്ലാം നടത്തുന്നത്. 5 ദിവസത്തെ ഉത്സവം നടത്തുന്നത്. ആ ഉത്സവത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്, എല്ലാ കാര്യങ്ങളും വഹിക്കുന്നതും പന്തളത്ത് രാജാവാണ്. അത് അധീനതയിലാണ് നടക്കുന്നത്. ഈ 5 ദിവസവും മരവിളക്ക് അടിയന്തരമെന്നാണ് പറയുന്നത് തന്നെ. അപ്പം തിരിച്ച് അവിടുന്ന് നമ്മൾ തലകുത്തി ചെന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഘോഷമായിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന ശേഷം നായാട്ടുകളിയും കഴിഞ്ഞ് അപ്പം ഈ ഉത്സവം, അടിയന്തര ഉത്സവം കഴിഞ്ഞു. ജനങ്ങളെല്ലാം തിരിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അവിടെ ഉണ്ടല്ലോ, അവിടെ നമുക്ക് വനത്തിൽ താമസിക്കുന്ന അദൃശ്യങ്ങളായ ശക്തികളുണ്ടല്ലോ, ഭൂതഗണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണല്ലോ. അപ്പോൾ അവരെ വിളിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി തിരിച്ചു വരുമ്പം തീവട്ടിയെല്ലാം അടച്ച് വേഷങ്ങളൊക്കെ മാറി മൗനമായിട്ട് അവർ പിന്നെ ഓടി പോരുകയാണ്. ആ പോരുന്ന കൂട്ടത്തിൽ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ബലി സമർപ്പണം അർപ്പിച്ചിട്ട് അത് അങ്ങനെയാണ് പൂജാരി സമർപ്പിക്കുന്നത്. ഭക്തിനിർഭരമായ ഒരു ഘോഷയാത്ര. തീർച്ചയായും അനുഭവങ്ങളുണ്ട്. ഇത് ഭഗവാൻ ശ്രീ അയ്യപ്പൻ നമ്മളെ മണികണ്ഠസ്വാമി വിളിച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് പരിപൂർണമായ ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്. വലിയ ആപത്തുകളിൽ നിന്നൊക്കെ ഒരുപാട് എന്നെ കൈപിടിച്ച് നോക്കിയിട്ടുണ്ട്. ഈ 2-3 അപകടങ്ങളൊക്കെ വളരെ വളരെ പറയാനൊക്കാത്ത രീതിയിൽ 2 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ആ അപകടം ഒന്നും എന്നെ ബാധിച്ചതുമില്ല. പക്ഷേ ഞാൻ കൈ പിടിച്ച് അവിടെ നിൽക്കുന്നവിടെ എനിക്ക് തോന്നി അതൊരു വലിയൊരു ഭാഗ്യമായി. പെട്ടെന്ന് ഞാൻ നിൽക്കുകയാണത്, വീഴേണ്ട പോകുന്ന ഭാഗത്ത് നിൽക്കുകയാണ്, ഒരു അപകടം ഉണ്ടാകേണ്ട ഭാഗത്തും നിൽക്കുകയാണ്. എന്നെ പിടിച്ച് നിർത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ആരും കാണത്തില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്കൊന്നുമില്ല എന്ന തോന്നൽ പെട്ടെന്ന് ഒഴിയുന്നു. അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ സംശയമില്ല കാര്യത്തിൽ, എല്ലാത്തിലും ഉണ്ട് ഭഗവാൻ. ഞാൻ എല്ലാം ഭഗവാൻ സമർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാം ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം തന്നെയാണ് എല്ലാം. കല്ലുമുള്ളും താണ്ടി ശബരിമലയിൽ എത്തുക, അതും തിരുവാഭരണം വഹിച്ചുകൊണ്ട് ഇത്തവണ ഗുരുസ്വാമിയായി. എന്തായാലും അതിൻ്റെ ആ ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷവാനാണ് അദ്ദേഹം. പന്തളത്ത് നിന്നും ക്യാമറമാൻ രതീഷ് മാടമ്പിശ്ശേരിക്കൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്.